പറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. കർത്താവിൽ സമൃദ്ധിയോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ നന്മയെ വർണ്ണിക്കും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രവൃത്തികളെ സ്വീകരിക്കുവാൻ തയ്യാറായിക്കോണം. നിങ്ങൾ എപ്പോഴും പറയണം, ഞാൻ യേശു ക്രിസ്തുവിൽ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും എന്ന് പറയണം. എന്റെ കൂടെ എന്ന് പറയാവോ? ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും എന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദീർഘായുസോടെ ആമേൻ. നമുക്ക് ആരോഗ്യം തരും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ശ്രദ്ധിച്ചോണം, നമുക്ക് ആരോഗ്യം തരും എന്നുള്ളത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അനുഭവിക്കുവാൻ കൃപയാൽ നമുക്ക് ഇടയായി തീർന്നല്ലോ. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കും. ഏത് പ്രതിസന്ധിയിൽ നിങ്ങളായിരുന്നാലും, എത്ര വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോയാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ആ ഒരു ചിത്രം കൊണ്ടുപോകാം. നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് എത്ര വലുതാണോ അത്രത്തോളം നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ദൈവത്തിന് കഴിയും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. നമുക്ക് ഭാരം വരുമ്പോൾ, നമുക്ക് ഭയം വരുമ്പോൾ, നമുക്ക് ചിന്ത ആകുലത വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ വലിപ്പത്തെ പറ്റി ധ്യാനിക്കുന്നവരാകണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് അവർ കരഞ്ഞുകൊണ്ട് വരുന്ന പല വിഷയങ്ങളും, അവർ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന വിഷയങ്ങൾ അവർക്ക് ഭയങ്കര ഭാരപ്പെട്ടാണ് അവർ വരുന്നത്, അല്ലേ? അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഇന്ന സാധനം വാങ്ങണം, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ അവർക്ക് ഇന്ന ആവശ്യങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വരും. അവർ ഭാരപ്പെട്ട വരുന്നത്, വെറുതെ കരയുമല്ല. അവർക്ക് അതുപോലെ ഭാരവും വേദനയും വന്നുകൊണ്ട് അവർ കരഞ്ഞു വരുമ്പം നിങ്ങൾ ആ വിഷയത്തെ എത്ര നിസ്സാരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അവരത്രയും കരഞ്ഞ വിഷയം നിങ്ങൾക്ക് വലിയ ഭാരമുള്ളതല്ല. അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പിതാവായ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവുമായിട്ട് ചേർന്നിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കരുത് കൂടുതൽ ആത്മീയതയുള്ളവരെ നല്ല അർത്ഥം. കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ബന്ധമുള്ളവരെ കർത്താവ് കൂടുതൽ അതായത് യേശു ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിക്കുന്നവരെ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം വായിക്കാം. തുടർമാനമായിട്ട് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണല്ലോ ചിന്തിച്ചുകൊണ്ട് വരുന്നത്. അതിൽ നമുക്കൊരു വാക്യം ഇന്ന് വായിക്കാം. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്യം കാണാൻ വേണ്ടി പറ്റും. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, മുടന്തനായ ഒരു മനുഷ്യന് അവർ സൗഖ്യം കൊടുത്തു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, വിശ്വാസമുള്ള വ്യക്തികൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. ഞാൻ അതിന് ഉദാഹരണമായിട്ട് ഇന്നലെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമുണ്ട്. യേശു സൗഖ്യമാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വന്തം കൈയെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് വെച്ചിട്ട് കൈ വെച്ച് പറയണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ. അതായത് ബൈബിൾ പറയുന്നത് പോലെ ഞാൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു. അങ്ങനെ ഓരോന്നിനും വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. മുന്നോട്ട് നമ്മളതൊക്കെ ഒരു തവണ നമ്മളത് ധ്യാനിച്ചിട്ടുള്ളതാണ് ആ വാക്യങ്ങൾ. പിന്നീട് എപ്പോഴേലും അവസരം വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ധ്യാനിക്കുവാൻ ഇടയായിത്തീരും. ഇനി 3-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് ഈ മുടന്തനായ മനുഷ്യൻ സൗഖ്യമായത് ദേശക്കാരും പരീശന്മാരും ശാസ്ത്രിമാരും റോമൻ ഗവൺമെന്റും ഒക്കെ അറിഞ്ഞു. അപ്പൊ ഈ യഹൂദന്മാർ ഇത് അറിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ പരിശോധിക്കുവാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ മനസ്സിലേക്ക് ഞാൻ എപ്പോഴും ചിന്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്.
നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ബൈബിൾ. ഒരിക്കലും നിങ്ങളെ എന്താ പറയുന്നത് ഒരു ഫാൻസി ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാന്റസിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല ബൈബിൾ. നിങ്ങളെ അതിശയിപ്പിക്കുന്നതാണ് ബൈബിൾ. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കൊച്ചു ചെറിയ പുസ്തകത്തിന് വലിയ വലിയ കാര്യങ്ങളെ, ലോകത്തെ പോലും മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള വചനമാണ് നമ്മുടെ കൈവശമിരിക്കുന്നത്. ഏതു പ്രശ്നത്തെയും തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഈ വചനം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത ഒരു പക്ഷം ആൾക്കാരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, വിശ്വാസികളായിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്, പ്രാപിക്കുവാൻ കഴിയാത്തത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ്, ഇത് മറക്കരുത്, ഇതൊരു കീവേഡ് ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കും. ബൈബിളിലെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വസിക്കുക, പറയുക. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ബൈബിളിന്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വസിക്കുക, പറയുക. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വസിക്കുക, പറയുക. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വസിക്കുക, പറയുക. ഇത് നിങ്ങൾ മറക്കരുത്. ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റമാണ് വിശ്വസിക്കുക, പറയുക. യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. ഇതാണ് വിശ്വാസ ജീവിതം. ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്, ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, പക്ഷെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? പ്രശ്നത്തിലാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? വിശ്വാസം പ്രവർത്തിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുക. ഞാൻ വലിയൊരു കടഭാരത്തിന്റെ അകത്തൂടെ കടന്നു പോകാന്നിരിക്കട്ടെ. ഞാൻ കടഭാരത്തിൽ കടന്നു പോകുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ദരിദ്രനായതുകൊണ്ട് ഞാൻ ബഹുസമ്പന്നനായി തീരും. അബ്രഹാമിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിലുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ അവകാശിയാണ്. ഞാനിത് വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ വലിയ പ്രശ്നം ആയിക്കോട്ടെ, പ്രശ്നത്തിലാണ്, നിങ്ങൾ ഞെരുക്കത്തിലാണ്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിശ്വാസം പ്രവർത്തിക്കത്തില്ല. മനസ്സിലാവും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരം വിളിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവർക്കും പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കരുത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രശ്നത്തില്ല. ഒരു തവണ അയച്ചതിന് ശേഷം പിന്നെ അയക്കരുത്. നിങ്ങൾ ഒരാൾക്കേ അയച്ചിട്ടുള്ളെങ്കിൽ മതി. ലോകത്തുള്ള എല്ലാ ബ്രദർമാർക്കും പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥന അയക്കാൻ നേർച്ചും നമ്മൾ നേരരുത് കേട്ടോ. നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മൾ വിശ്വസിക്കുക, പറയുക. ഇവിടെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. യേശു ക്രിസ്തു ഈ മുടന്തനായ മനുഷ്യൻ സൗഖ്യമാകുവാനുള്ള വില കൊടുത്തു. അതവർ വിശ്വസിച്ചത് കൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, പൊന്നോ വെല്ലോ ഞങ്ങൾക്കില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എണീക്കുക എന്ന് പറഞ്ഞ് അവനെ വിശ്വാസത്താൽ കരം പിടിച്ചെണീപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുക്കൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കണം. അവരെന്ത് പറയുന്നെന്നോ അവരെന്ത് ചിന്തിക്കുന്നോ എന്നല്ല, ഇനി സൗഖ്യമായില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഉറപ്പിച്ചോ, എൻ്റെ ഡ്യൂട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോണം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ച് എണീപ്പിക്കുക. എണീപ്പിക്കുന്നത് ദൈവ, പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. എന്നിലൂടെ കർത്താവ് അവനെ എണീപ്പിക്കും. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ഈ മനുഷ്യൻ എണീറ്റ് സൗഖ്യമായതിനു ശേഷം 16-ാം വാക്യത്തിൽ ആളുകൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. അപ്പൊ ആ ചോദ്യം ഉണ്ടായി. നിങ്ങൾക്കറിയാം, ആ വാക്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ദൈവവചനം പത്രോസിന്റെ ഈ വാക്യം നിങ്ങൾ കേൾക്കണം. ഞാൻ 12:10 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാം. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന എന്ന് അറിഞ്ഞു അവന് സംഭവിച്ചത് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവനായി. അവൻ പത്രോസിനും യോഹന്നാനോടും കൂടെ ചേർന്ന് നിൽക്കുന്നത് ജനമെല്ലാം കണ്ട് വിസ്മയം പൂണ്ട് ശലോമേണ്ടത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവർ ഒരുമിച്ച് കൂടി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ. അപ്പം ഞാൻ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ കാല് വയ്യാതെ 3-4 പേര് കൂടി ചുമന്നെടുത്തുകൊണ്ട് വന്ന് എല്ലാ ദിവസവും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഇരുത്തുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ഇവൻ ആരായി തീർന്നു? ഇപ്പൊ അവന്റെ കാലിന് പ്രശ്നമില്ല, അവൻ സൗഖ്യമായി തീർന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സൗഖ്യമായി തീർന്ന പിന്നെ അവൻ ഭിക്ഷ യാചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അവനെ കൊണ്ട് ഭിക്ഷ യാചിപ്പിക്കുന്ന, മറ്റുള്ളവന്റെ മുമ്പിൽ അവനെ യാചകനാക്കിയത് അവന്റെ രോഗമാണെങ്കിൽ, അവന്റെ ബന്ധനമാണെങ്കിൽ, അവന്റെ കാലിന്റെ സ്വാധീനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ അവന്റെ സ്റ്റാൻഡേർഡ് മാറുന്നത് കൊണ്ടോ? ഇനി കൈയും കാലും കുഴപ്പമില്ലാത്ത മനുഷ്യൻ ആ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ വന്നിരുന്നുകൊണ്ട് ഭിക്ഷ യാചിച്ചാൽ, നിങ്ങൾ ആ വഴി പോയി കഴിഞ്ഞാൽ അവനെ നോക്കി എന്നാ പറയുമായിരിക്കും?
അവന് കൈയും കാലും ഉള്ളതുകൊണ്ട് വല്ല ജോലിക്കും പോകാൻ ആ പറ്റും. കണ്ടോ, അവന് കൈയും കാലും ഉള്ളതുകൊണ്ട് നിങ്ങൾ പറയും വല്ല ജോലിക്കും പോകാൻ മേലെ. കണ്ടോ, നമ്മൾ അതേ പറയത്തുള്ളൂ. കാര്യം ഇപ്പൊ അവന്റെ സ്റ്റാൻഡേർഡ് മാറി, ഇപ്പൊ അവന്റെ ജീവിതം മാറി. അപ്പൊ യേശു അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായപ്പോൾ, അവന്റെ ഭിക്ഷയിൽ യാചിക്കുന്ന അവസ്ഥയിൽ നിന്നും അവന് പ്രൊമോഷൻ ഉണ്ടായി. ഇനി അവൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? യാചകനാകാൻ കഴിയത്തില്ല. ഇനി അവന് കർത്താവിന്റെ നാമത്തിൽ അധ്വാനിക്കുന്നവനാകാൻ പറ്റും. അപ്പൊ ഒരു വ്യത്യാസം കണ്ടു. അപ്പൊ യേശു വരുമ്പം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ഇപ്പൊ മനസ്സിലായോ? യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, കർത്താവിന്റെ വചനവുമായി നിങ്ങൾക്ക് ബന്ധം വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. നിങ്ങൾക്ക് യാചകനായിരിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ എന്നെ വീട്ടിൽ നിന്ന് ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിലേക്ക് വരണമെങ്കിൽ 3-4 പേര് എടുത്തോണ്ട് വേണം. ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചിട്ട്, ഇന്നലെ എടുത്തതാണെങ്കിലും ഞാൻ പെട്ടെന്ന് അതിലേക്ക് വരാം. ഒരിക്കൽ പത്രോസ് യോഹന്നാൻ പ്രാർത്ഥനാ സമയം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ ചുമന്നുകൊണ്ട് വന്നവൻ ഇന്ന് ആരായി തീർന്നു? ചുമന്നുകൊണ്ട് വന്ന് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തിക്കൊണ്ടിരുന്ന ഇവൻ ഇപ്പൊ കൈയും കാലും ബലമുള്ളവനായി തീർന്നു. ഇവൻ ഭിക്ഷക്കാരനല്ല, പ്രമോഷൻ കിട്ടി, അവന് ചേഞ്ച് ഉണ്ടായി. ദൈവത്തെ വിളിക്കുന്നവന് വ്യത്യാസം ഉണ്ടാകും. ദൈവത്തെ വിളിക്കുന്നവന്റെ ജീവിത നിലവാരങ്ങൾ മാറും. എപ്പോഴും നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ അറിഞ്ഞിട്ടും വ്യത്യാസം വരുന്നില്ലെങ്കിൽ പരിശോധിക്കണം. എന്തുകൊണ്ട് എനിക്ക് വ്യത്യാസം വരുന്നില്ല? പരിശോധിക്കേണ്ടത് എവിടെയാണെന്നറിയാവോ? നിങ്ങൾ വിശ്വസിക്കുന്ന വചനങ്ങളെ പൊടി തട്ടിയെടുക്കണം. അവിടെയാണ് ഈ പ്രശ്നം മൊത്തം കിടക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ കുഴപ്പമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവത്തിന്റെ പ്രശ്നമല്ല. ഇനി താഴേക്ക് വരുന്ന സമയത്ത് 10-ാമത്തെ വാക്യം കേട്ടോണം. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചത് കൊണ്ട് ഇരുന്നവർ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി. ഒരു വിശ്വാസിയെ കാണുന്നവൻ ഇതേപോലെ എന്ത് ചെയ്യണം? അതിശയിക്കണമെന്ന് ദൈവത്തിനൊരു വാശിയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റാൻഡേർഡിൽ വേണം നിൽക്കാൻ. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ലോകത്തില്ലാത്ത സകല പ്രശ്നങ്ങളും തലയെ വെച്ചു നടക്കുന്ന ആളല്ല. പരിഹാരമുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, ജയാളികളാണ്. കർത്താവിന്റെ ലോകത്തിൽ ഏറ്റവും പവർഫുൾ വെപ്പണാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. എന്നാലോചിച്ച് നോക്കി, ലോകത്തിൽ നിങ്ങൾ നമുക്ക് ഏറ്റവും വലിയ സൈന്യബലമുള്ള ആരാന്നറിയോ? ലോകത്തിൽ ഏറ്റവും സൈന്യബലമുള്ള ആളാരാന്നറിയോ? ലോകത്തിൽ ഏറ്റവും സൈന്യബലമുള്ളത് അമേരിക്കൻ പ്രസിഡന്റ്. ശ്രദ്ധിച്ചോണം, ഇവരാരുമല്ല, ക്രിസ്തുവിലുള്ളവരാ. അല്ലെങ്കിൽ ബൈബിൾ ഒറ്റ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. റോമാലേഖനം പറയുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പൊ ദൈവം യുദ്ധം ചെയ്യുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു കൂട്ടരാ നമ്മള്. ആലോചിച്ച് നോക്കിക്കേ. റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. ആ വാക്യത്തിലേക്ക് നമ്മൾ ഒരു തവണ കയറിയതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. റോമാലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാതെ കോപിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാതെ ദൈവത്തിന് ഇടം കൊടുക്കുമെന്നാ പറഞ്ഞത്. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രവൃത്തി വരുമ്പോൾ നമ്മൾ പകരം ചെയ്യാതെ ദൈവത്തിന് ഇടം കൊടുക്കാനാ പറയുന്നത്. എന്തിനു വേണ്ടി? അത് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പൊ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ നിസ്സാരക്കാരല്ല. നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ, ലോക രാജ്യത്തിൽ എവിടെ നിങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും പേടിക്കരുത്. നിങ്ങളുടെ പിന്നിൽ വലിയൊരു സൈന്യമുണ്ട്, സൈന്യങ്ങളുടെ ഒരു യഹോവയുണ്ട്. ആമേൻ. ഇതാ നമ്മുടെ ബലം. ആമേൻ. അപ്പൊ ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നവനെ കണ്ടിട്ട് അവർക്ക് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവർ ഞെട്ടിപ്പോയി. കാരണം എന്തുവാ? ചിലപ്പോൾ അവന്റെ കാലിന്, നമ്മുടെ നാട്ടിലെ കണ്ടില്ലേ, ഈ ബലക്ഷയമുള്ള ആൾക്കാരുടെ കാലുകൾക്ക് ചിലപ്പോൾ ഒരു വൈകല്യം കണ്ടേക്കാം. ജന്മനാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ മനുഷ്യന് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവനെ എല്ലാ ദിവസവും വർഷങ്ങളായി കാണുന്നവരുണ്ടായിരിക്കാം. പള്ളിയിൽ പോകുന്നവരും ആ വഴിയെ കടയിൽ പോകുന്നവരും അതിലെ സഞ്ചരിക്കുന്നവരും എല്ലാം ഈ മനുഷ്യനെ കാണുമ്പോൾ അവന്റെ കാലിന്റെ ബലമില്ലാത്ത, അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, പത്രോസ് അവനെ പിടിച്ചെടുക്കിയപ്പോൾ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അപ്പൊ അവന്റെ കാലിന് വൈകല്യമുള്ള മനുഷ്യനായിരിക്കും. ഇത് കണ്ട ആൾക്കാർ അതിശയിച്ചു. കാരണം എന്താ? വൈകല്യമുള്ള കാലിൽ ബലം നിറഞ്ഞിരിക്കുന്നു. സർജറി ചെയ്യാതെ
വേറെ ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഒരു മരുന്നും കഴിക്കാതെ ആ മനുഷ്യൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ബലമുള്ളവനായി തീർന്നു. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ചേർന്ന് നിൽക്കുന്നത് ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിലിരിക്കുന്നത് കണ്ടു. ഇനി താഴേക്ക് വരുമ്പോഴേക്കും 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇനി ഇതെല്ലാം കണ്ട് അതിശയിച്ചിരിക്കുന്ന ജനത്തോട് പത്രോസ് ശ്ലീഹ ഇതിന്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശുവിന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരം യേശു മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ പദ്ധതി ആരോഗ്യമാന്ന് പറ. ആമേൻ. മറന്നുപോകല്. അപ്പൊ ഈ ആരോഗ്യം നിങ്ങളിലേക്ക് എങ്ങനെ വരും? ആരോഗ്യം എങ്ങളിലേക്ക് വരും? ശ്രദ്ധിച്ചോണം. ആരോഗ്യം നിങ്ങളിലേക്ക് വരുന്ന വഴി ശ്രദ്ധിച്ചോണം. യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശുവിന്റെ നാമം തന്നെ കേട്ടണം, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ. ഇപ്പൊ ഈ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചോണം. പേര്, എൻ്റെ പേര് നിങ്ങൾക്കറിയാം. എൻ്റെ പേര് ഇപ്പൊ നിഖിൽ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ എന്നെ ബ്രദർ എന്ന് വിളിക്കും. നിങ്ങൾ എന്നെ ബ്രദർ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്നെ ബ്രദർ നിഖിൽ എന്ന് വിളിക്കുന്നു. അപ്പൊ എൻ്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. പറയാം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരെന്നുള്ളത് ഒരു വാക്കാണ്, അല്ലെ? നമുക്കറിയാം, നിങ്ങളിപ്പം 100 പേരുടെ നടുവിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ 100 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും ഒരു പേരല്ല, 100 പേർക്കും പല പേരുകൾ. ഇനി ഒരേ പേരുള്ള ആൾക്കാർ വന്നേക്കാം, എങ്കിലും 100 പേരുണ്ടെങ്കിൽ 100 വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ. ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ നിൽക്കുവാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഡൽഹിയിലോ നിൽക്കാന്ന് വിചാരിച്ചു. ചിലപ്പം എൻ്റെ പേരങ്ങനെ ഇല്ലാത്ത, എൻ്റെ ഈ പേരില്ലാത്ത വേറൊരു സ്ഥലത്ത് നിന്ന് വിചാരിച്ചു, വേറെ യൂറോപ്യൻ കൺട്രിയിലോ മിഡിൽ ഈസ്റ്റിലോ ആയിക്കോട്ടെ. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു 100 പേരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയണമെങ്കിൽ, എൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ 100 പേരുടെ ഇടയിൽ അവർ സംസാരിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവരിൽ നിന്നും നിങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ചാൽ മതി. എൻ്റെ നാമം വിളിക്കുമ്പോൾ ആ 100 പേരും തിരിഞ്ഞു നോക്കത്തില്ല. ആ 100 പേര് തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം ആ പേരുമായിട്ട് അവർക്ക് ബന്ധമില്ല, അവർ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ആ 100 പേരിൽ 99-ാമനായി നിൽക്കുന്ന ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എല്ലാ തിരക്ക് മാറ്റിച്ച് ഈ സമയത്ത് ആരാണ് എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരും. കാരണം എന്തുവാ? ആ പേര് നിങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട്. അപ്പൊ യേശുവിന്റെ നാമം പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നറിയാവോ? യേശുവിന്റെ നാമം പറയുമ്പോൾ നാമത്തിന്റെ ഉടമസ്ഥന്റെ അറ്റൻഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇപ്പൊ മനസ്സിലായോ? യേശുവിന്റെ നാമം പറയുമ്പോൾ യേശുവിന്റെ അറ്റൻഷൻ നിങ്ങളുടെ മേലേക്ക് വരും. ഇവിടെ വചനം പറയുകയാണ്, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, യേശുവിന്റെ നാമം തന്നെ. എന്താ 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ടോ? നാമം, പേരിലുള്ള വിശ്വാസം. അപ്പൊ യേശുവിന്റെ പേരിലുള്ള വിശ്വാസം എന്തുവാ? യേശു മുടന്തനെ എണീപ്പിക്കും. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം എന്തുവാ? യേശു എനിക്ക് ആരോഗ്യം വരുത്തും. യേശുവിന്റെ നാമത്തിലെ വിശ്വാസം എന്തുവാ? യേശു സകല ബന്ധനങ്ങളെയും അഴിക്കുന്നവനാണ്. ഇപ്പൊ മനസ്സിലായോ? യേശുവിന്റെ നാമം. അപ്പം യേശു എന്ന് പറഞ്ഞാൽ ആ പേരിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ 100 പേരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ആ 100 പേര് ചിലപ്പം IT ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, അവർ ചിലപ്പം സാധാരണ കൂലിവേല ചെയ്യുന്നവരുണ്ടായിരിക്കാം, അവര് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ആ പേര് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ആ പേരിന്റെ അകത്ത് തന്നെ എൻ്റെ വ്യക്തിത്വം ഇരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുകയാണ്, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശുവിന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ബലം പ്രാപിച്ചു. എന്നിട്ട് പറയുകയാണ്, അവൻ എന്തായി തീർന്നു? അവൻ എല്ലാവരും കാണുകയും മനുഷ്യൻ ആരോഗ്യം വന്നു. ഇനി ഞാൻ ആരോഗ്യത്തെ പറ്റി മറ്റൊരു വാക്യം പറയാം. യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാവിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഞാൻ അവർക്ക് എന്തു വരുത്തും? രോഗശാന്തിയും ആരോഗ്യവും. രോഗശാന്തിയും ആരോഗ്യവും രണ്ടും രണ്ടാ കേട്ടോ.
രോഗശാന്തി എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്ന് ഒരു വിമുക്തി. നിങ്ങളിപ്പോൾ ഏതെങ്കിലും രോഗത്തിലായിരുന്നാൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കും. ഇനി ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തൊരവസ്ഥ. നമ്മൾ പറയത്തില്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെന്നൊക്കെ. ഇത് രണ്ടും ആര് ചെയ്യും? ദൈവം വരുത്തും. അപ്പൊ ഇത് പഴയ നിയമത്തിൽ വായിക്കുന്ന സമയത്ത്, ഒരു പഴയ നിയമം മനുഷ്യൻ വായിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം വരും, കർത്താവേ എങ്ങനെ എനിക്കിത് കിട്ടും? ദൈവം പറയുകയാണ്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെ സമൃദ്ധി നൽകുമെന്ന് പറയും. അപ്പൊ യിരെമ്യാവിൽ ഇത് വായിക്കുന്ന സമയത്ത്, ഇത് വായിക്കുന്ന ഓരോ യഹൂദനും ഒരു സംശയം വരും, കർത്താവേ എങ്ങനെ ഈ രോഗസൗഖ്യം ഞങ്ങൾക്ക് കിട്ടും? പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ. കണ്ടോ, യേശുവിന്റെ നാമം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടണോ? നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമോ? യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എല്ലാവരും കാണുന്ന ഈ മനുഷ്യൻ, എല്ലാവരും കാണുക ആരോഗ്യമുള്ളവൻ, സൗഖ്യമുള്ളവൻ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവനിപ്പോ രോഗിയല്ല, അവനിപ്പം ആരോഗ്യമുള്ളവനാ. അപ്പൊ അവന്റെ കാല് ബുദ്ധിമുട്ട്, ജന്മനാ മുടന്തനായവന്റെ പിന്നിൽ രോഗമുണ്ടായിരുന്നവന്, രോഗബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവന് ബന്ധനത്തിലല്ല, അവൻ ആരോഗ്യത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാകും. ആമേൻ. യേശുവിന്റെ നാമത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരോഗ്യം തരുവാൻ യേശു ശക്തനാന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ സമയത്ത് കമന്റ് ചെയ്യല്ലേ, മെസ്സേജുകൾ ചോദിച്ചുകൊണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിലെ ചാറ്റ് ബോക്സിൽ വചനം ഇട്ടോ, ആവശ്യമില്ലാത്ത കമന്റുകൾ ഈ ചാറ്റ് ബോക്സിലേക്ക് ഇപ്പൊ കമന്റ് ചെയ്യരുത്. ഈ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, വചനം ഇട്ടോ, ഇഷ്ടംപോലെ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ വചനങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തത് നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യരുത്, ആമേൻ പറഞ്ഞു നല്ലതാണ്, പക്ഷെ ഈ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പൊ ശ്രദ്ധിച്ചോണം, നമുക്ക് ആരോഗ്യം ദൈവം തരും. നമുക്ക് ഈ ഒരു വചനം ഒന്ന് അല്പനേരം ഒന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം. എൻ്റെ കൂടെ നിങ്ങളിന്ന് കേൾക്കുന്നവരെല്ലാം പറയും, യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ വേണ്ടി പോവാം. എന്നാലോചിച്ച് നോക്കി, രണ്ട് കാര്യമാണ് നമ്മളിന്ന് കേട്ടത്. ഒന്ന്, ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ അവന്, ഞാൻ പറഞ്ഞ നാട്ടിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, നിനക്ക് നല്ല ആരോഗ്യമില്ലേ? നിനക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ മേലേ? ഒരു 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ ആ ചോദ്യം ചോദിച്ചാൽ നാട്ടുകാർ നിങ്ങളെ തല്ലും. അതെന്നെ തല്ലാൻ കാരണം അവന് ജന്മനാ മുടന്തനാണവൻ. 4 പേര് കൂടി ചുമന്നുകൊണ്ട് വന്ന് ഇരുത്തിയാൽ മാത്രമേ അവന് ജീവിക്കാനുള്ള വക കിട്ടത്തുള്ളൂ. അവനെ കളിയാക്കുന്നത് പോലെയായി പോവും ആ വാക്ക്. പക്ഷെ ഇന്ന് ആ വാക്ക് കേട്ടാൽ അവന് നാണക്കേടുണ്ടാവും. കാരണം അവന് വ്യത്യാസമുണ്ടായി. യാചിക്കുന്നവനല്ല, കൊടുക്കുന്നവനാക്കി ദൈവം നിങ്ങളെ മാറ്റും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞ്, എനിക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ആ നാമത്തെ ഒന്ന് ഉപയോഗിച്ച് യിരെമ്യാവിൽ പറയുന്ന വചനം ശ്രദ്ധിച്ചു നോക്കി, ഞാൻ അവർക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആ വാക്യം ഞാൻ എടുത്തിരിക്കുന്ന യിരെമ്യാവ് 33 ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും, അവർ സമാധാനം ദൈവം തരും, സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തും. അപ്പൊ ദൈവത്തിന് ഒരിക്കലും അല്പത്തിന്റെ പരിപാടിയില്ല, ദൈവത്തിന് എപ്പോഴും സമൃദ്ധിയുടെ പരിപാടിയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ചാട്ടെ. കർത്താവേ, എനിക്ക് എൻ്റെ ദൈവം ആരോഗ്യം വരുത്തും, എനിക്കെൻ്റെ ദൈവം ആരോഗ്യം വരുത്തും, എനിക്കെൻ്റെ ദൈവം ഇന്ന് ദീർഘായുസ് തരും, എനിക്കെൻ്റെ ദൈവം സമൃദ്ധി തരും, എനിക്കെൻ്റെ ദൈവം നന്മ തരും, എനിക്കെൻ്റെ ദൈവം ദീർഘായുസ് തരും, എനിക്കെൻ്റെ ദൈവം ഉയർച്ച എനിക്ക് തരും എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ തകർന്ന് തരിപ്പടമാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. നിങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കുക, യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച് ഇന്ന് നിങ്ങളുടെ മേൽ ആരോഗ്യം വരിക, ഇന്ന് നിങ്ങളുടെ മേൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വരിക, ഇന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ അനുഭവിക്കുവാൻ പാകത്തിൽ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോവുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇന്ന് നമ്മളത് പറയുമ്പം യേശു എന്ന പേര് നാവിൽ എടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ അറ്റൻഷൻ നിങ്ങളുടെ മേലേക്ക് വരും. ഞാൻ പറഞ്ഞാൽ യേശുവേ എന്ന് വിളിക്കുമ്പം
കോടിക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ നിന്നും യേശുവിന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ നാമത്തെ ഒന്ന് വിളിച്ചാൽ മതി. യേശുവേ എന്ന് വിളിച്ചാൽ മതി. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ നാമം നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? ശ്രദ്ധ. നാമത്തിന്റെ ഉടമസ്ഥൻ. ആ നാമത്തെ വിശ്വസിക്കണം. കർത്താവേ, അങ്ങേക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈ വെച്ചിട്ട് പറയും, എനിക്ക് രോഗശാന്തിയുമുണ്ട്, ആരോഗ്യവുമുണ്ട്. ശ്രദ്ധിച്ചോണം, രോഗമില്ലാത്തൊരു ജീവിതവുമുണ്ട്, രോഗസൗഖ്യവുമുണ്ട്. രണ്ടും ശ്രദ്ധിച്ചോണം. ദിവ്യ ആരോഗ്യവുമുണ്ട്, ദീർഘായുസുണ്ട്, സൗഖ്യവുമുണ്ട്. ഇത് മൂന്നാ കേട്ടോ. 3 ഒന്നല്ല, 3 രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രോഗത്തിലിരിക്കുന്നവർക്ക് സൗഖ്യവും മുന്നോട്ട് ദിവ്യ ആരോഗ്യവും. അതാണ് പറഞ്ഞേക്കുന്നത്. ആരോഗ്യം, 3 ദീർഘായുസ്. ഇത് 3 യേശുവിന്റെ തിരുമുറിവിലുണ്ട്. ഇത് 3 യേശുവിന്റെ തിരുമുറിവിൽ സൗജന്യമായി നമുക്കുണ്ട്. ഇന്ന് ആ നാമത്തെ ഉപയോഗിച്ച് യേശുവേ അങ്ങേ ഞാൻ വിശ്വസിക്കുന്നപ്പ. ഇന്നിത് പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് ഇത് മുഴങ്ങട്ടെ. ആ നാമം, ആ ശക്തി ഒന്ന് മുഴങ്ങട്ടെ. ആ തലമുറകളെ കുടുക്കിയിട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ. ഇന്ന് കുടുംബത്തിന്റെ മേൽ കലഹത്തെ കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ സമാധാനക്കേടുകൾ കുടുംബം വിട്ട് ഇറങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മയും കരുണയും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. എന്താണോ നിങ്ങൾ വചനത്തിൽ പറയുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ അത് കൽപ്പിച്ചു. യേശുവിന്റെ പേര് പറയുമ്പോൾ എന്താണെന്നറിയോ? അത് റിലീസാകും. പത്രോസ് ലീഗ പറഞ്ഞില്ലേ, പൊന്നോ വെള്ളിയോ എനിക്കില്ല, യേശുവിന്റെ നാമത്തിൽ എനിക്കാന്ന് പറഞ്ഞപ്പോൾ അവന്റെ രോഗം മാറിയെങ്കിൽ യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നല്ലപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഒരു സൂരജിന്റെ ഭവനത്തെയും കർത്താവ് എന്ന് സ്പർശിക്കുക. സൂരജിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് നയിക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് കർത്താവ് സൂരജിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടായി വരുന്നല്ലോ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിന്റെ അത്ഭുതകരം എന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്നത് റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരിക. അസാധാരണമായ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരിക. അസാധാരണമായ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരിക. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ സകല ബൗണ്ടറികളും ഇന്ന് ബ്രേക്ക് ആകുക. സകല ബൗണ്ടറികളും ബ്രേക്ക് ആകുക. ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നപ്പാ, ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഇപ്പോൾ ഞങ്ങൾ കുടുംബങ്ങളുടെ മേലേക്ക് അയക്കുന്നപ്പാ, കുടുംബങ്ങളുടെ മേലേക്ക് അയക്കുന്നപ്പാ, എല്ലാ വിഷയത്തിന്റെ മേലേക്ക് അയക്കുന്നപ്പാ, എല്ലാ പ്രതിസന്ധികളുടെ മേലേക്ക് അയക്കുന്നപ്പാ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. പ്രതിസന്ധികളിൽ നിന്നും മോചനമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. ഈ സമയത്ത് രോഗത്താൽ ഭാര പിടിക്കുന്നവര്, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് രോഗത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല, പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ പറ, എനിക്കിനി രോഗിയായിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യം എൻ്റെ അവകാശം. അങ്ങനെ തന്നെ പറഞ്ഞേ. സൗഖ്യമാക്കണേ എന്ന് പറയുന്ന ഭിക്ഷക്കാരനെ പോലിരിക്കാതെ, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിലേക്ക് വെല്ലോൻ തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭിക്ഷക്കാരനെ പോലെ അല്ല നിങ്ങൾ. യേശു ക്രിസ്തുവിന്റെ മക്കളും അവകാശികളുമാ. പറഞ്ഞേ നിങ്ങളുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യം നിന്റെ ശരീരത്തിന് മേൽ നിറയട്ടെ. ഞാനിപ്പോൾ ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ സൗഖ്യമായേ പറ്റത്തുള്ളൂ. ആ രോഗത്തോട് പറ, നീ എന്നെ വിട്ട് പോയേ പറ്റത്തുള്ളൂ. ആ വിഷയത്തോട് പറ, നിന്റെ കുടുംബം വിട്ട് ഞെരുക്കത്തോട് പറ, വിട്ടു പോയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സമാധാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. അസമാധാനക്കേടോട് പറ, ഇറങ്ങി പോകുവാൻ കൽപ്പിക്കുക. കാരണം നിങ്ങൾക്ക് പറ്റും. കാര്യം നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. യേശുവിന്റെ കൃപ ലഭിച്ചവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാണ്. ആരാധന യേശുവേ, ആരാധന യേശു. ഇന്ന് ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ സൂമിന്റെ ലിങ്ക്
വാട്സാപ്പിലുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾക്ക് നേരിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇന്ന് സൂമിലേക്ക് നിങ്ങളെ ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വലിയ പ്രവൃത്തികളെ നിങ്ങൾ കമന്റ് ബോക്സിൽ കാണാൻ പറ്റും. ആ ലിങ്ക്, അതിലൂടെ നിങ്ങൾക്ക് പ്രയറിലേക്ക് പ്രവേശിക്കാൻ കഴിയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോടിത് കർത്താവിനോട് പറയുന്നത് സൂമിലാണോ യൂട്യൂബിലാണെന്ന് എനിക്ക് ലൈവിലാണെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് പറയുന്ന ഒരു പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. പ്രവീൺ ഒരു സഹോദരിയെ കാണിക്കുന്നുണ്ട്. പ്രവീണിന്റെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവോട് പറയുകയാണ്. ഇന്ന് ഒരു സഹോദരിയും കൂടെ പ്രവീണുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഉള്ളത്? ആരാത്? എന്റെ ചേച്ചിയുടെ മോനാണ് പ്രവീൺ. സഹോദരി ഉണ്ടോ പ്രവീണ്? മോള് ഉണ്ട്. അവർക്ക് നടുവിന് വേദനയായിട്ട് ഇച്ചിരി നാളായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി മടുത്തിരിക്കുവാണ്. ഇപ്പൊ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. ഇന്ന് ആ സിസ്റ്ററോട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ടാൻ പറഞ്ഞാൽ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ ശാപങ്ങളെയും കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ അത്ഭുതത്തെ ദൈവം അവിടെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, കർത്താവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴികൾ തുറക്കാൻ വേണ്ടി പോവാ. വഴികൾ തുറന്നു വരാൻ വേണ്ടി പോവാ. വഴികൾ തുറന്നു വരാൻ വേണ്ടി. ഈ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിന്ന് കേട്ടോണം, കുറേ നാളുകളായിട്ട് ജീവിതത്തിൻ്റെ അകത്ത് വഴി തുറക്കാൻ കഴിയാതെ മുമ്പിലുള്ള സകല നന്മ കയ്യിലോട്ട് വരും, പക്ഷെ അത് കയറാൻ കഴിയാതെ അത് ബ്ലോക്കായി നിൽക്കുന്ന ചില മേഖലകളെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഞാനൊരു വീടാണ് കാണുന്നത്. ആ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നട ഇറങ്ങിയിട്ടൊരു ചെറിയ തൊണ്ട് പോലെ വലിയ ഒരു ഇടുക്കമുള്ള ഒരു തൊണ്ടാണ് ഞാൻ കാണുന്നത്. തൊണ്ടെന്ന് പറഞ്ഞൊക്കെ മനസ്സിലായി, ഇടുക്കമുള്ള ഒരു വഴിയാണ്. രണ്ട് സൈഡിലും ഭിത്തിയുള്ള ഒരു ചെറിയ ഇടുക്കവാതിൽ. ഞാൻ ഈ തൊണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയാണ്. ഈ ചെറിയ ഇടുക്കമുള്ള വഴി, ഒരു നട ഇറങ്ങിയിട്ട് ചെറിയ ഇടുക്കമുള്ളൊരു വഴിയാണ്. ചെറിയ വെള്ളമൊഴുക്കുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഭവനത്തിൻ്റെ മേലേക്ക് ആ നടന്നു പോകുന്ന വഴിയിൽ പലപ്പോഴും ഭാരപ്പെട്ടാണ് ഒരു സഹോദരിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നത് പലപ്പോഴും ഈ ഒരു ദിവസങ്ങളിൽ വളരെ ഭാരപ്പെട്ട് ആ ഒരു വഴിയിൽ നടന്നു വരുമ്പോൾ ഇങ്ങനെ ആകുലപ്പെട്ട് ദൈവസന്നിധിയിൽ പലതവണ ഒരു പരാതി പോലെ പറയുന്നുണ്ട്, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേൾക്കുന്നു. എന്നാൽ സഹോദരൻ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇല്ല, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ആ ദേശത്ത് മാനിക്കപ്പെടും. ദൈവം പറയുന്ന ആ ഭവനത്തിൻ്റെ അകത്തുനിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. കർത്താവെ ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഡെന്നീസിൻ്റെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്ന ഒരു കാഴ്ച. ഇന്ന് ഡെന്നീസിനെയും കുടുംബത്തെയും ദൈവം ഇന്ന് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ആ ഡെന്നീസിൻ്റെ ഭവനത്തിലെ സകല അന്ധകാരങ്ങളെ മാറ്റി ദൈവം ഇന്ന് വലിയ പ്രവർത്തികളാൽ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവെ ഞങ്ങളിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ, നന്മകൾ തുറന്നു വരട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നന്മ നമുക്ക് വേണം. കടഭാരമല്ല നമ്മുടെ അവകാശം. ഇന്ന് കേട്ടാൽ ആരോഗ്യം എങ്ങനെയാണോ അതേപോലെ സമൃദ്ധി നമ്മുടെ അവകാശമാണ്. ഉയർച്ച നമ്മുടെ അവകാശമാണ്. ശൂന്യതയല്ല, നിറവ് നമ്മുടെ അവകാശം. യേശു ക്രൂശിൽ മരിച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ, ഉയർത്തുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഇനി ശൂന്യതയിലല്ല, തകർച്ചയിലല്ല, രോഗത്തിലല്ല, പ്രശ്നത്തിലല്ല. ബൈബിൾ പറയുന്നു യേശുവിൻ്റെ സമാധാനം. നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും ഇന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു നാമത്തിലാണ് നാം നിൽക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോയി. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാം. ചുരുക്കം വാക്കുകളിൽ പറയാൻ ശ്രമിക്കുക. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. വാട്സാപ്പിലേക്ക് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ലൈവിൽ കാണുന്നതോടെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സൂം പ്രയറിൽ പ്രവേശിക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്നു. ഞാൻ സമയം, ഇന്ത്യൻ സമയം ഇപ്പോൾ 9 മണിയാണ്. പലരും ചോദിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്ത്. ഞാൻ സമയം വ്യക്തമാക്കാത്തതിൻ്റെ കാരണം ചില സമയത്ത് സമയങ്ങൾ വ്യത്യാസം വരുത്തും. എങ്കിലും 9 മണിയാണ്. ഇത് മാറ്റം വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതിനുശേഷം നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളായിട്ട് പറയാം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞോട്ടെ ബ്രദറെ.
പറഞ്ഞു എനിക്കൊരു ഡെന്നി എന്ന് പറഞ്ഞത് ബ്രദർ എന്റെ ഇപ്പൊ കുറച്ചു മുമ്പ് മരുമോളുടെ ബ്രദർ ചേച്ചിയുടെ ഒരു സെക്കൻഡ്. ഭർത്താവ്. സൂരജ് ആ ബ്രദർ പറ. കുറച്ചു മുമ്പ് സൂരജ് എന്നുള്ളൊരു പേര് പറഞ്ഞായിരുന്നു. ഉം. അത് എന്റെ മോളുടെ ഹസ്ബൻഡാണ്. മോളും അവരും ഇപ്പം 1 വർഷത്തിലേറെയായി ചെറിയൊരു പിണക്കത്തെ മോള് വീട്ടിലാണ്. രണ്ടുപേരും മാറി നിൽക്കുവാണ്. അപ്പൊ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സൊന്ന് മാറി ഒന്ന് വന്ന് വിളിച്ചോണ്ട് പോകണം. 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഞാൻ വളരെയധികം വിഷമത്തിലാണ്. ചെറിയ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംസാരത്തെ ഒരു പിണക്കം, ഒരു ചെറിയൊരു പിണക്കത്തിൽ ഒരു 1.5 വർഷമായിട്ട് മോളിവിടാണ്. അപ്പൊ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിനെ വന്ന് വിളിച്ചോണ്ട് പോണോന്ന്. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോ ഞാൻ അത് എന്റെ മോനാണെന്ന് ഞാൻ വിശ്വസിച്ച് തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. വിശ്വസിക്കുന്നു ഞാൻ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണിത്. കർത്താവ് തൊട്ടിരിക്കുന്നു. ആ മകൻ വന്ന് വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. കർത്താവ് തൊട്ടിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിച്ചോണേ. പാസ്റ്റർ എന്റെ മരുമോളുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഡെന്നി. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ബ്രദർ ഒന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു മോന്റെ വർക്ക് പെർമിറ്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് ബ്രദർ പറഞ്ഞായിരുന്നു ചുരുൾ കസേരയിൽ, വീടിന്റെ മുമ്പില് ചുരുൾ കസേര ഇട്ടിട്ടുണ്ട്, ജോസിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന്. ഇന്ന് വർക്ക് പെർമിറ്റ് കിട്ടി ബ്രദറെ. ഒത്തിരി നന്ദി. 5 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുത്തല്ലോ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒത്തിരി ഭാരപ്പെട്ടൊരു വിഷയമായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. ഇന്ന വീടിൻ്റെ അകത്ത് അപ്പം നമ്മുടെ വിഷയങ്ങളെ പലപ്പോഴും നമ്മൾ അറിയാത്ത പല തടസ്സങ്ങളെ, അപ്പോൾ കുടുംബത്തിൻ്റെ മേൽ തടസ്സമായി നിന്നതിനെ കർത്താവ് തൊട്ടതാണ്. ദൈവാത്മാവ് ഇടപെട്ടതുപോലെ ആ പ്രവചനാത്മാവിലൂടെ ദൈവം അത് തൊട്ടു. ആ തലമുറയ്ക്ക് ആ വഴി തുറന്നതിന് നന്ദി. ഭാരമായി നിന്ന വിഷയമാണ്. സ്വർഗം തുറന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ബ്രദറെ, ഞാന് യൂട്യൂബിൽ കേട്ടോണ്ടിരുന്ന വ്യക്തിയാണ് ബ്രദറെ. ഞാനിപ്പോ 4 ദിവസമേ ആയുള്ളൂ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട്. 2 ആഴ്ചക്ക് സിസ്റ്ററെ കട്ടായി പോയല്ലോ. കുഞ്ഞുമോളെന്ന് വിളിക്കുന്ന വ്യക്തിയെ, കറുത്ത ബാഗും തൂക്കി നടക്കുന്ന, കണ്ണട വെക്കുന്ന വ്യക്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ ബ്രദറെ? കുഞ്ഞുമോളുടെ മോനെ തൊട്ടിട്ടുണ്ട് കർത്താവ് എന്ന് പറഞ്ഞായിരുന്നു. അത് ഞാനാണ് ബ്രദറെ. സിസ്റ്റർ പേരിട്ടേക്കുന്ന ഇപ്പം സന്ധ്യ എന്നാണല്ലോ പേരിട്ടേക്കുന്നത്. സിന്ധ്യയാണ് ബ്രദറെ. സിന്ധ്യ എന്നല്ലേ? പക്ഷെ ദൈവാത്മാവ് സിസ്റ്ററുടെ കുഞ്ഞുമോളെന്ന് വിളിക്കുന്ന സിസ്റ്ററുടെ കറുത്ത ബാഗും തൂക്കി കണ്ണട വെച്ചിരിക്കുന്ന, പല പ്രാവശ്യം കരയുന്നത് കർത്താവ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഒരുപാട് എനിക്ക് കടഭാരമുള്ള വ്യക്തിയാണ് ബ്രദറെ. ഞാൻ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിന്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലാണ് സിസ്റ്റർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആലോചന സിസ്റ്റർ, ആ ഒരു വ്യക്തിയെ കർത്താവ് ഇടപെട്ടു. അപ്പോൾ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററുടെ പേരാണത്. ആ വ്യക്തിപരമായിട്ട് സിസ്റ്റർ പൊക്കോണ്ടിരുന്ന അവസ്ഥയും ആ ഒരു അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടിനെയും പ്രാർത്ഥന വിഷയത്തെയും കർത്താവ് ഇടപെട്ടു. അതാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ ധൈര്യപ്പെട്ടെന്നാണ് കർത്താവ് കണ്ടതാണ്. ഇനി ഭാരപ്പെടണ്ട. ഇനി കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടാൽ മതി. സകല വിഷയങ്ങളും ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. കർത്താവിൽ കൂട്ടായ്മ ആചരിക്കുക. ദൈവം വലിയ സാക്ഷ്യങ്ങളാക്കി കുടുംബത്തെയും വിഷയങ്ങളെയൊക്കെ മാറ്റുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു. ഒരു സെക്കൻഡ് ഒരുമിച്ച് പറയല്ലേ. ഒരാൾ പറയുമ്പോൾ മറ്റാൾ പറഞ്ഞു. ഞാനിപ്പോ പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ എന്റെ വേദനയുള്ളടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്റെ തോള് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഇടതുവശ തോളിന്. അപ്പൊ ഞാൻ ആ തോളിന് കൈവച്ച്, എനിക്ക് പല സ്ഥലത്തും വേദനയുണ്ട്. അപ്പൊ ഞാൻ ഉച്ചന്തരം മുതൽ ഉള്ളംകാല് വരെ എനിക്ക് വേദന മാറ്റി തന്നെ ദൈവമേ എന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ മകളല്ലേ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് തോളിന്റെ വേദന മാറി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിന് നന്ദി പറയുന്നു. ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ തോളിൻ്റെ വേദനയിൽ ബുദ്ധിമുട്ട് വരുന്നു. പക്ഷേ കർത്താവിൽ നമ്മൾ ഇന്ന് കേട്ടത് ആരോഗ്യവും സൗഖ്യമാണ്. കർത്താവ് എന്ന മകളെ സൗഖ്യമാക്കിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ UK ഉള്ളവരെ ചേർത്തൊരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുവാൻ നമ്മളവരോട്ടും പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടില്ല. പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ ഈ ഒരു രാജ്യത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കമൻറ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളവർ മാത്രം, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഒരു നിർബന്ധവുമില്ല. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 1 or 2 പേരാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് കൂടാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടാനുള്ളൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക? ഞാനത് കമൻറ്റ് ബോക്സ് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു.
ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടുന്നതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തത്. പ്രാർത്ഥനാ വിഷയം സെപ്പറേറ്റ് ആണ് അയക്കുന്നത്, ഗ്രൂപ്പിൽ അയക്കരുത്. ഞാനത് നമ്മുടെ ഇൻഫർമേഷനിലൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ മറുപടി പറയാൻ താല്പര്യമുള്ളവർ അതെന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഞാനത് USA കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളത് ക്രമീകരിക്കാം. ഞാൻ അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളത് പറയുക. താല്പര്യമുള്ളവർ മാത്രം മതി, നിങ്ങൾ നിർബന്ധമില്ല. അയ്യോ ബ്രദറെ എൻ്റെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ വേണ്ടി എൻ്റെ മെസ്സേജ് അയക്കേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. മുമ്പേ പറഞ്ഞ വഴിയില്ല, എന്റെ വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. സിസ്റ്ററുടെ വീട്ടിലോട്ടുള്ള വഴിയാണോ അത്? ഒരു മിനിറ്റ്, നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്രദർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ മ്യൂട്ട് മാറ്റി മാറ്റി സംസാരിക്കുന്നുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ പലരും ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് മറ്റുള്ളവർ ദയവ് ഇത് സഹകരിക്കണം. ഓക്കെ, ടോംസ് ഫർ പറഞ്ഞോളൂ. ടോംസ് ഫർ ആണ് നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹമാണ് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് മൈക്ക് ഓൺ ആക്കി പറയുമ്പോൾ നെറ്റ്വർക്ക് ജാം ആവും, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒരാൾ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോൾ കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ തന്നെ UK ഗ്രൂപ്പിൻ്റെ ഇതിട്ടേക്കാം. UK-യിലുള്ളവർ മാത്രമേ അതിൽ ജോയിൻ ചെയ്യാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്താവുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മിക്സഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഗ്രൂപ്പ് ഇട്ടേക്കാം. ഓരോ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയതുകൊണ്ടാണ്. ഇപ്പം ഇതിന് ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ ഓരോരുത്തർ പറയുമ്പോൾ മറ്റേ ആൾക്കാർ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും സാക്ഷ്യം പറയണം. സാക്ഷ്യം കേൾക്കാതെ നമ്മൾ പോകത്തില്ല. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ഞാനിപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. വലിയൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. എനിക്ക് 10-15 വർഷമായിട്ട് കഴുത്തിനും തോളിനും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. ആ വേദന വരുമ്പോൾ കൈയുടെ താഴോട്ടങ്ങ് നീരിറങ്ങി എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. 10-15 വർഷമായതാ. ഇതിപ്പോ എനിക്ക് ദേവദാസിന്റെ ഈ സൂമി വന്നതിന് ശേഷം കുറച്ച് ജൂലൈയിലാണ് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നുവെങ്കിലും ഞാനത് ഉറപ്പ് വരുത്താനായിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് നടന്നു. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. ദൈവകൃപയാൽ അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. വലിയൊരു സാക്ഷ്യമാണ്. 10-15 വർഷമായിട്ട് പ്രിയ ആന്റി പറഞ്ഞ പോലെ തന്നെ ആ വേദന വരികയും വേദന നീരായിട്ട് മാറുകയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രോഗസൗഖ്യവും ആരോഗ്യവും നമ്മുടെ അവകാശമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ സൗഖ്യത്തിലേക്ക് വരണം എന്നുള്ളത് മനസ്സിലാക്കി കർത്താവിന്റെ സൗഖ്യം പ്രാപിച്ചു. ഇപ്പൊ ഒരു വേദനയില്ല അല്ലേ, പൂർണ്ണ സൗഖ്യം ലഭിച്ചു അല്ല സോറി? ഒരു വേദനയില്ല. ഓ സ്വോത്ര. അപ്പൊ എന്താ വെച്ചാൽ 15 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് യേശു സൗഖ്യമാക്കിയത്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരുടെ സാക്ഷ്യം പറയണം, അനേകരോട് പറയണം യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ നമ്മുടെ UK കൂടുന്നവർക്ക് വേണ്ടിയുള്ള പ്രയർ ലൈൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പറഞ്ഞോ. അത് ഞാന് ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചതായിരുന്നു. ഒരു സാനിയയുടെ കാര്യം, അവൾക്ക് ഇത് ബ്രെയിനിനകത്ത് നീർക്കെട്ടാണെന്ന് പറഞ്ഞ് അവൾ ഈ ഉദയപൂരിലുള്ള ഒരു കൊച്ചായിരുന്നു. അവള് കാനഡയിൽ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ അവധിക്ക് വന്നപ്പോഴൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. ആ തലവേദന പിന്നെ അവരവിടെ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവര് ICUലായിരുന്നു. അവിടെ വെച്ച് MRI ഒക്കെ എടുത്തു. അങ്ങനെ നീർക്കെട്ടാണെന്ന് പറഞ്ഞ് അവർ മരുന്ന് എല്ലാം ചെയ്ത് വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവളങ്ങ് കാനഡയ്ക്ക് പോയി പഠിക്കാനായിട്ട്. അവിടെ വെച്ച് ആ കൊച്ചിന് ഇതുപോലെ തലവേദന വന്നു. അവിടെ ഒരു ആശുപത്രിയിലാക്കിയിരിക്കുകയായിരുന്നു. ഇന്നലെ ദൈവകൃപയാൽ അതിനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. അതിനൊരു MRI എടുത്തപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രദറിനത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയച്ചതായിരുന്നു. റിപ്ലൈ ഒക്കെ ബ്രദർ കാണുകയും ചെയ്തത്. അങ്ങനെ ഇപ്പൊ അതൊക്കെ സുഖമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. തലയ്ക്കകത്ത് പ്രത്യേകിച്ച് നീർക്കെട്ടായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്ന് നമുക്കറിയാം ഭയങ്കര വിഷയമാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആകേണ്ടതാണ്, തലയ്ക്കകത്ത് വരുന്നതാണ്. പക്ഷെ അത് നോക്കിയതിന് ശേഷം MRI ചെയ്തതിനു ശേഷം ഒരു കുഴപ്പമില്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്യാൻ ഇടയായി തീർന്നു. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു അവസരത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദർ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. എന്റെ പേര് അശ്വന്ത് എന്നാണ്. ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു ഹാള്, അതിന് മുന്നിൽ ഒരു TV, അതിന് പുറകിൽ ഒരു ജനാല ഉണ്ടല്ലോ. അത് എന്റെ ഭവനമായിരുന്നു.
എന്റെ ഫാദറിന് ഒത്തിരി വർഷമായി കാൽമുട്ടിന് താഴെ നല്ലൊരു വേദന ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ബ്രദർ, കർത്താവ് ആ വ്യക്തിയെ തൊടുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ടിവിക്ക് മുന്നിൽ എന്റെ ഫാദർ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഞങ്ങൾ അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളാന്ന് ഉറച്ചു വിശ്വസിച്ച് ആ കാൽമുട്ടിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് ആ കാൽമുട്ട് വേദനക്ക് നല്ലൊരു ആശ്വാസമുണ്ട്. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടായിരുന്നല്ലോ, കർത്താവ് ഇടപെട്ടതാണ്. ഒരു വീടിനെ ദൈവം ലൊക്കേറ്റ് ചെയ്തു. ആ വീടിൻ്റെ അകത്തിരിക്കുന്ന ആ ജനലിൽ ഞാൻ ഇന്നലെ ഓർക്കുന്നുണ്ട്, ടി വി ഇരിക്കുന്ന സ്ഥലം, പൊസിഷൻ, അതിൻ്റെ അകത്തൊരു മനുഷ്യൻ ആ ഫ്രണ്ടിൽ കിടക്കുന്നത്, സെറ്റിയിൽ ഒരാൾ ഇരിക്കുന്നത് കാണിക്കുന്നു. ആ കാലുകളെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. അവരെന്ത് ചെയ്ത്, കേട്ട ഉടനെ ആലോചിച്ച് നിൽക്കാതെ ഓടിപ്പോയി കൈവച്ച് പ്രാർത്ഥിച്ചു. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്തതായിരുന്നു. ആ പ്രവചന ആലോചന ഏറ്റെടുത്ത് കൈവച്ചു. ആ കേട്ട ആലോചന സൗഖ്യമായി തന്നെ ഇന്ന് ഇടുവാൻ ഇടയാത്തീർന്നു. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ, കർത്താവിൻ്റെ നാമത്തിൽ ആ കേട്ടത് അനുസരിച്ചതിന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്തുതിക്കുന്നു. ഇതേപോലെയുള്ള കേൾക്കുന്നോട് ഞാൻ പറയുന്ന പ്രവചനാലോചന കേൾക്കുമ്പോൾ ചാടി പിടിച്ചോണം. അത് ഇതേപോലെ കർത്താവിൻ്റെ നാമത്തിൽ റിലീസാക്കിയതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ പറഞ്ഞു ബ്രദറെ, ഞാൻ മെയ് ലാസ്റ്റ് മുതലാണ് കയറാൻ തുടങ്ങിയത്. മെയ് ലാസ്റ്റിൽ 2 ദിവസം കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു വ്യക്തി എനിക്ക് ആരുമില്ല, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഹസ്ബൻഡ് ബിജു എന്ന വാക്ക് നിമിത്തം മുറിവേറ്റ ഒരു വ്യക്തി അന്ന് പ്രവചിച്ചത്. എന്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഇപ്പൊ 4 മാസമായി ഇന്ന് വരെ ഞാൻ ആ ഒരു പേരിൽ ഒരു രീതിയിലും എനിക്ക് വിഷമവും ഇല്ല, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഉറക്കമില്ലായിരുന്നു, നല്ല ഉറക്കവും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു രീതിയിൽ എനിക്കൊരു വിഷമവും ഇല്ല. അതുകൂടാതെ മോൾ 12 ഡിസംബറിൽ ജനിച്ച ഒരാൾക്ക് ഇതുപോലെ പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. മോളുടെ ആയിരുന്നു ആ വിഷയം. മോള് ഡിസംബർ 12-നായിരുന്നു. അത് എമറൈൻ സൈഡിൽ വെച്ചൊരു ഫോൺ വേറൊരു വെച്ച് എടുത്തതായിരുന്നു. ഇപ്പൊ 2 മാസത്തെ പൈസ അവളുടെ ഇന്നലെ കൊണ്ടുവന്ന് കൈ കൊടുത്തിട്ടുണ്ട്. ഇനി നവംബറിലെ പൈസ ഇവിടെ ഉള്ളൂ. അപ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ആകും. ദൈവം ഇത്രയും ഉപകാരം ചെയ്തു. പിന്നെ ഞാൻ ഇതിനകത്ത് കയറിയപ്പം മിനി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു. എനിക്കൊരു സത്യം മനസ്സിലായി, ഞാൻ എവിടെ ഒളിച്ചിരുന്നാലും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്നെനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ശരിക്കും ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ. അന്ന് മുതൽ ഞാൻ ഇപ്പം മിനി ബിജു മാവേലിക്കറ്റാണ് ക്ലിയർ ആയിട്ട് എഴുതിയത്. ബ്രദർ പ്രവചിച്ചതിന് ശേഷമാണ്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്ററുടെ പേര് ഇപ്പോഴാണ് ബിനു മിജു എന്നിട്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്ററുടെ എന്നാൽ ദൈവാത്മാവ് ഇടപെട്ട് ബിജു എന്ന് പറഞ്ഞൊരു വ്യക്തി നിമിത്തം ഉണ്ടായ മനോവ്യസനം, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അത് നിമിത്തം ഒരു മനോവ്യസനത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. ദൈവാത്മാവ് അത് ഇടപെട്ട് ആ വിഷമത്തെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയത് മാത്രമല്ല, തലമുറയുടെ അതേ കുടുംബത്തിൽ തന്നെ തലമുറയുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ ദൈവാത്മാവ് വെളിപ്പെടുത്തി ആ മകളെ ദൈവം സ്പർശിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ കടന്നുപോയ ഒരു ഭാരമായ വിഷയമായിരുന്നു. അതും കർത്താവ് സൗഖ്യമാക്കി മനസ്സിൻ്റെ അകത്ത് വലിയൊരു സമാധാനം കൊടുത്തു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവസന്നിധിയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ചിലപ്പോൾ ഇട്ടേക്കുന്ന കഴിഞ്ഞ സഹോദരി പറഞ്ഞു കേട്ടോ, ഒരു പേര് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പേരായിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ സഹോദരരുടെ യഥാർത്ഥ പേര് അത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പേര് വെളിപ്പെടുത്തി ആ സൗഖ്യത്തെ കർത്താവ് കൊടുക്കാൻ ഇടയാത്തീർന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് മനുഷ്യൻ്റെ കരവല്ല ഇത്. ഞാനിത് ഒരു അഡ്മിൻ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ പരിശുദ്ധാത്മാവും യേശുവാണ്, കർത്താവാണ് നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം തെളിവുകളാണ് ഈ പ്രവചനാലോചന ആയിക്കോട്ടെ, സൗഖ്യങ്ങളായിക്കോട്ടെ, ഈ എക്സ്പീരിയൻസുകളായിക്കോട്ടെ, ഇതൊക്കെ ദൈവം നമ്മളെ കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ജയമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോഹിനി സിസ്റ്റർ ഒന്ന് പറഞ്ഞോട്ടെ. കുറെ നേരമായി. ഓക്കെ, പറഞ്ഞു. ഒരാലോചന പറഞ്ഞു. വീട്ടിന്ന് ഇറങ്ങുമ്പോ ഇടുങ്ങിയ വഴിയാണ്, ഒരു 1.5 കോല് വഴിയുള്ളൂ. ആ വഴിയാണ് നടന്നു പോയി കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരും. അപ്പൊ ഞാനിപ്പോ 4-5 മാസമായി ഒരു ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കടഭാരങ്ങളുണ്ട്. അപ്പൊ ലോൺ എടുത്ത കടങ്ങൾ മുഴുവൻ വീട്ടിൽ കഴിഞ്ഞാൽ ബാങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടയ്ക്കുള്ളൂ. മോന് കോട്ടക്കൽ ആരോഗ്യ ജോലിയുണ്ട്, എനിക്ക് ടൈലർ ഷോപ്പ് ഉണ്ട്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബാങ്ക് മാനേജറുടെ അടുത്ത് ഞങ്ങള് പൈസ കൃത്യമായിട്ട് അടയ്ക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാനേജർ ഞങ്ങൾക്ക് ലോണ് തരാൻ തയ്യാറില്ല. അവസാനം ഇപ്പം സെക്രട്ടറി, പിന്നെ ബാങ്കിന്റെ വക്കീല്, പിന്നെ ഏരിയ മാനേജർ, ഇവരെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്.
ആദ്യം മാനേജരും പിയൂണും കൂടി ഇവിടെ വന്ന് നോക്കി പോയി. ഇപ്പൊ രണ്ടാമത് അവര് ഇന്നലെ 3-4 പേര് വീട്ടിൽ വന്ന് നോക്കിയിട്ട് പോയി. ഞാനും മോനും വീട്ടിലുണ്ടാവില്ല, ഞങ്ങള് ജോലിക്ക് പോവാണ്. അപ്പൊ ഇതെല്ലാവരും ഇപ്പം പാർട്ടിപരമായിട്ടുള്ള ബാങ്കാണത്. അപ്പൊ ഞങ്ങൾക്ക് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, സൂമിൽ കയറും, എല്ലാ ദിവസവും സൂമിൽ കയറാൻ സാധിക്കും. അതെന്നെ വലിയൊരു ദൈവത്തിന്റെ കൃപയാണ്. ഒരു ദിവസം പോലും എനിക്ക് കയറാതിരിക്കാൻ പറ്റും. ദൈവം വഴി മുടക്കിയിട്ടില്ല ഒരു കാര്യത്തിലും. അങ്ങനെ എന്നിട്ട് എല്ലാവരും വന്ന് പോയിട്ട്, പക്ഷെ ആ മാനേജർ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആലോചനയായിട്ട് പറഞ്ഞത് ഞങ്ങള് 4-5 മാസമായി ഭയങ്കര വിഷമത്തിലാണ് ഞാനും എന്റെ മോനും. തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണെന്ന് കേട്ടതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ എന്ന് എപ്പോഴും പറയണം, നമ്മൾ ഈ കേൾക്കുന്ന വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വചനത്തിന് ജീവനുണ്ട്, ഒതുക്കാൻ കഴിയത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ലോൺ മാനുഷികമായി ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു ആശ്രയമാണ്. പക്ഷേ എൻ്റെ കർത്താവ് നന്മ തുറന്നാൽ, കർത്താവ് ഇന്ന് 12 കൊട്ട ശിഷ്യന്മാരുടെ കയ്യിൽ 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം ശേഷിപ്പുണ്ടായെങ്കിൽ, കർത്താവ് ഇന്ന് പ്രിയമക്കളുടെ ജീവിതത്തിൽ ഇന്ന് കടഭാരത്താൽ ആര് ഭാരപ്പെടുന്നു, നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ ഒരു ചേഞ്ച് ദൈവം എന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞോളൂ. ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ശേഷിപ്പ് എനിക്കുണ്ടാവും. എത്ര എടുത്താലും തീരാത്ത രീതിയിൽ സ്വർഗത്തിലെ നന്മ എൻ്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലേക്ക് ഇത് റിലീസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ കർത്താവ് അത്ഭുതം ചെയ്യും. ധൈര്യമായിട്ടിരുന്നോണം മോനി സിസ്റ്ററെ. ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതം കാണും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? കേട്ടില്ല, പറഞ്ഞു. പറഞ്ഞു എക്കോ വരുന്നുണ്ടല്ലോ. ഞാനൊരു അഡ്വക്കേറ്റാണ്. ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നെന്ന് പറഞ്ഞ് ബ്രദറിനൊരു ആദ്യമായിട്ട് ഈ സൂമിലല്ല യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഒരു മെസ്സേജ് ഇട്ടപ്പോഴാണ് ബ്രദർ എനിക്ക് ലിങ്ക് ഇട്ട് തന്നത്. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഈ അടുത്ത് തന്നെ ഒരു ജോലിയുടെ സാധ്യതയെ പറ്റിയ ഒരു ആലോചന പറഞ്ഞു. ബ്രദർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നതും ഞാൻ ഇൻ്റർവ്യൂവിന് പോയതും ഒക്കെ. ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് വിഷമിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ കിട്ടുകയില്ലെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ബ്രദർ എനിക്ക് 3 ജോലിക്ക് ഞാൻ പോയതിനെ പറ്റിയും, എന്നിട്ട് ദൈവം അതൊന്നും എനിക്ക് കിട്ടാത്തതിലും ഞാൻ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിലും ദൈവം ഇത് തരുമെന്നുള്ള ആശ്വാസവാക്ക് സൂമിലൂടെ പറഞ്ഞു. പിന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിരിക്കുവാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാനുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പം അത് ഇനി അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നാണ് ബ്രദറെ പറഞ്ഞത്. അവര് പുതിയ നോട്ടിഫിക്കേഷൻ വേറെ ഇടുവാണ്. പുതിയ നോട്ടിഫിക്കേഷനിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ ഇനി എടുക്കുള്ളൂ. ഇപ്പൊ ബ്രദർ എന്നോട് തീർച്ചയായും പറഞ്ഞതായിരുന്നു എനിക്ക് ഇത് കിട്ടും. ഞാനത് വലിയ ആശ്വാസത്തിലായിരുന്നു. പക്ഷെ എന്നാണ് ദൈവം എനിക്കത് തരുമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രത്യാശയുണ്ട്. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ മനം മടുത്തു പോകാതെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ മടുത്തു പോകാതെ അവകാശം പറഞ്ഞു പാടും. നമുക്ക് മുമ്പിൽ വന്നതാണ്, തട്ടിത്തെറിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ പേര് വന്നതാണ്, നമ്മുടെ അലോക്കേഷൻ വന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അത് അവകാശം, കർത്താവ് എനിക്കുള്ള നന്മ എൻ്റെ തന്നെ വരും, ഞാനതിനെ അവകാശമാക്കി പ്രാർത്ഥിക്കും തന്നെ പറഞ്ഞോണം. കർത്താവ് തുറക്കുവാൻ ശക്തനാണ്. അത് കരത്തിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദർ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഇന്നലെ ഞാന് യൂട്യൂബില് സൂമില് കയറിയിരുന്നു. പക്ഷെ എനിക്ക് മുഴുവൻ പ്രാർത്ഥന കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന കയറിയ ദിവസം മുതൽ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം കേൾക്കാൻ പറ്റിയില്ല, പിറ്റേ ദിവസം. പക്ഷെ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ, ഇന്നലെ ബ്രദറിന്റെ ഈ സൂമില് ലൈവ് വന്നത് ഞാൻ തിരിച്ച് യൂട്യൂബിൽ രാവിലെ കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ കുറെ ദിവസമായിട്ട് എനിക്ക് വെരിക്കോസ് വെയിനാണ്, 2 കാലിലും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ ഞാൻ കിടക്കാനും ഒന്നും വയ്യ, ഭയങ്കര പോച്ചിലും ഒക്കെ ആയിരുന്നു. അതിഭയങ്കരമായ വേദന, കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല, കാലിന് ഭയങ്കര വേദന ഭാരപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇന്നലെ ബ്രദർ വെരിക്കോസ് വെയിനുള്ള ഒരു വ്യക്തിയെ
കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അപ്പൊ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതുമല്ല, അതിന് മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ അവയവമാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണെന്നുള്ള ആ ഒരു ബോധ്യം എന്റെ ഹൃദയത്തിൽ വന്നു. അതിനനുസരിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിൽ രോഗമില്ല, അതുകൊണ്ട് എന്റെ ശരീരത്തിൽ രോഗമില്ല. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് പരിപൂർണ സൗഖ്യത്തോടെ ഞാൻ ആയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിച്ച ബ്രദറിനും ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ കൃപയിൽ വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടിനാൽ സിസ്റ്റർ വേദന കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇടപെട്ടു. വെരിക്കോസ് വെയിൻ എടുത്തു പറഞ്ഞു. വെരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അത് മാത്രമല്ല സഹോദരി, ആ വചനത്തിൽ അങ്ങ് ബലപ്പെട്ടു. കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണെന്നുള്ള ഉറപ്പിൽ നിറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ ആ സാക്ഷ്യം. പരിപൂർണ സൗഖ്യം, വെരിക്കോസ് വെയിന്റെ വേദനയിൽ നിന്നും പൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കുന്ന സഹോദരി പറയാനിടയായി തീർന്നു. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിന് നന്ദി. അങ്ങ് ആ പ്രവചന ആലോചനയിലൂടെ പ്രിയ മകളെ തൊട്ടല്ലോ, അങ്ങ് സൗഖ്യമാക്കിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ സാക്ഷ്യം അനേകരോട് പറയണം കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ് ദേവാസനെ. പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ദുബൈന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ സിസ്റ്റർ ആണ് അവൾ സംസാരിച്ചത്. അതിന് മുന്നേ എന്റെ ഫ്രണ്ട് മിനി എന്ന് പറയുന്ന ആള് ഇപ്പൊ പറഞ്ഞില്ല, ഹസ്ബൻഡ് മരിച്ച്, അവളാണ് എനിക്ക് ഈ ഗ്രൂപ്പ് തന്നത്. ഞാൻ ഒരു പ്രാവശ്യം കയറിയതായിരുന്നു ഇതിന്. പിന്നെ എനിക്ക് ജോലിത്തിരെ കൊണ്ട് കയറാൻ പറ്റിയില്ല. എന്നാല് ഇന്ന് ഞാൻ ഒരു സാക്ഷിയായിട്ട് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞായിരുന്നു, മോടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോള് ഞങ്ങള് ഒരിക്കലും ആഗ്രഹിക്കുന്ന നിനക്കുന്ന ഉപരിയായി അവള് ഓസ്ട്രേലിയൻ സ്കോറോട് കൂടി പാസ്സാകാൻ ദൈവം ഇടയായി. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ ബ്രദറിന്റെ ഒരു കുഞ്ഞിന്, അവൾക്ക് അയർലൻഡിന് പോയി പഠിക്കാനായിട്ട് കുറെ മാസങ്ങളായി ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അവിടെ അങ്ങനെ പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം കുഞ്ഞിന് പോകാൻ ആയിട്ട് ഇതുവരെ പാസ്പോർട്ട് എംബസിക്ക് പോയിരിക്കുകയാണ്. അവൾക്ക് അമ്മയില്ലാത്ത ഒരു കുഞ്ഞാണ്. ഞങ്ങളെ കുടുംബം എല്ലാം, എൻ്റെ സഹോദരിയെ ഇപ്പം സാക്ഷ്യം പറഞ്ഞു വെരിക്കോസ് വെയിന്റെ. അപ്പൊ ഈ ബ്രദറിന്റെ വൈഫ് മരിച്ചു പോയതാണ്. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവിടെ എൻ്റെ ഈ സഹോദരിയാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ഇപ്പൊ മോളിപ്പം BA പഠിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ കുഞ്ഞിന് പാനായിട്ട് അവിടുന്ന് എംബസിയിൽ നിന്നെല്ലാം അവര് പാസ്പോർട്ടെല്ലാം മേടിച്ചു. 1 മാസത്തെ 25 ദിവസം വർക്കിംഗ് ഡേയ്സ്, ഓൾമോസ്റ്റ് 2 മാസം ആകാൻ പോകുന്നു. അവിടെ ക്ലാസ് തുടങ്ങി ഓൾറെഡി കുഞ്ഞിന്. അവർക്ക് 9-ാം തീയതി വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കർത്താവിന്റെ മക്കള് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പേര് അക്സ സൂസൻ എന്നാണ്. ആ കുഞ്ഞ് കടന്നുപോയി പഠിക്കാൻ അവൾ ഓൺലൈനിൽ ക്ലാസ് അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവൾക്ക് വീസ കടന്നു വന്നിട്ടില്ല. എല്ലാ ദൈവമക്കളും ഞങ്ങളെല്ലാം കുടുംബമായിട്ട് എല്ലാവരും വലിയ ഭാരത്തോടെ ആയിരിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരന് ജോലി ഇല്ലാതെ ആയിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഏറെ കടഭാരത്തോടെ ഞാൻ വേദനയിലായിരിക്കുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യാനായിട്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരിയാണ് ഇപ്പൊ, മൂത്ത ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. അതിന് മുന്നേ എൻ്റെ ഫ്രണ്ടാണ് മിനി എന്ന് പറയുന്ന ആള്. ആ പുള്ളിക്കാരത്തി എനിക്ക് ഈ സൂം മീറ്റിങ്ങിന്റെ സൈറ്റ് തന്നായിരുന്നു. ഇന്നും എൻ്റെ സിസ്റ്റർ എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, എടി ഈ പ്രയറിനകത്ത് നീ കയറെന്ന് പറഞ്ഞു. അവള് യൂട്യൂബിൽ ഇത് കണക്ക് സാക്ഷ്യം കർത്താവിന്റെ ദാസൻ വെരിക്കോസ് വെയിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ എളുപ്പം എടുത്ത് നോക്കിയപ്പോ അയ്യോ ഇതിനകത്ത് ഞാൻ കയറുന്ന എൻ്റെ ഫ്രണ്ട് തന്നാണല്ലോ എന്ന് ഞാൻ ഓർത്തു. എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥന ചോദിക്കുന്ന ആ കുഞ്ഞിന് എത്രയും 9-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അവിടെ വീസ എത്രയും പെട്ടെന്ന് കടന്നു വരാനും അവള് പോയി പഠിപ്പാനും ഇടയാക്കണം. അതിനായിട്ട് എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കർത്താവ് എന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെട്ട് നന്ദി. ആ തടസ്സങ്ങൾ മാറി വഴി തുറന്നു വരട്ടെ, നന്മയുണ്ടാകട്ടെ. അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തുറന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് വഴി തുറന്നിരിക്കുന്നു കേട്ടോ. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക. പറഞ്ഞു. എന്തോ പറഞ്ഞു. ഞാൻ സൂരജിന്റെ ബ്രദർ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞാണ് സൂരജിന്റെ കാര്യം. സൂരജ് എന്റെ അനിയത്തിയുടെ മോളുടെ ഹസ്ബൻഡാണ്. അവര് തമ്മിൽ പിണങ്ങി പിരിഞ്ഞ് ഇപ്പൊ 2 കൊല്ലത്തോളമായ ബ്രദറിന്. പ്രാർത്ഥിച്ചു. മകൾ ആ സിസ്റ്റർ അവരോട് പറയണം, കർത്താവ് ഇന്ന് ഇടപെട്ടിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുക. ദൈവം കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു പറയണം കേട്ടോ. പറയാം ബ്രദർ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഇടപെട്ടാന്ന് പറയണം കേട്ടോ. അതെ, തീർച്ചയായിട്ടും സിസ്റ്റർ. കർത്താവിന്റെ കേട്ടോ. ഗോഡ് ബ്ലസ്. പറഞ്ഞു.
ഒരു മിനിറ്റ്, എക്കോ വരുന്നുണ്ട്, പറഞ്ഞോ. കേക്കാവോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞു പറഞ്ഞു. പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്കൊരു അത്ഭുതം ചെയ്തായിരുന്നു. പണ്ട് ബ്രദർ പറഞ്ഞായിരുന്നു, ബ്രദറിന്റെ കാറിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ബ്രദർ പ്രാർത്ഥിച്ചേച്ച് അതങ്ങ് വിട്ടു. ഇലക്ട്രോണിക്കിന്റെ അത്ഭുതം കർത്താവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അറിയാതെ, പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പം ബ്രദറിന്റെ കാറ് ശരിയായി എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്റെ മൊബൈല് ഡിസ്പ്ലേ പോയതുപോലെ ഞങ്ങൾ കടയിൽ കൊണ്ട് കാണിച്ചപ്പം അവര് പറഞ്ഞു 2500 വേണം അതിന്റെ ഡിസ്പ്ലേ ശരിയാക്കാൻ. ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതമായിട്ടത് ശരിയാക്കി തന്നു. അതിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. കർത്താവിന് സ്തോത്രം. അതുപോലെ നാളെ എനിക്ക് ഇതിലും വലിയൊരു അത്ഭുതം വേണം. അതിനുവേണ്ടി ബ്രദറിന്റെ പ്രാർത്ഥന ചോദിക്കുന്നു. കുവൈറ്റ് മിനിസ്ട്രിയിൽ മോന് ഇന്റർവ്യൂ പാസ്സായി നിൽക്കുകയാണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കർത്താവ് നാളെ കൊടുത്തതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വിസയുടെ കാലാവധി തീർച്ചയായിട്ടും കർത്താവ് അതെല്ലാത്തിന്റെ മേലും കർത്താവ് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സിസ്റ്റർ പറഞ്ഞ തന്നെ ആ ഒരു ഇലക്ട്രോണിക്സ് മെഷീന്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചു. നമ്മളെല്ലാം മേൽ ഇന്ന് കേട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അതിന്റെ മേൽ കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അത് റിസൾട്ടുകളാണ് കണ്ടത്. തീർച്ചയായിട്ടും മകന്റെ വിഷയത്തിലും കർത്താവ് അവിടെ അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് അവിടെ ചെയ്യും. ധൈര്യത്തോടെ ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഒരാളുടെ സാക്ഷ്യം പറയുന്നുണ്ട്? ഞങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്നത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. പറഞ്ഞു. എന്റെ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നീര് വലിയുന്നത് മുഴുവനും അകത്താണ്, ആന്തരിക അവയവങ്ങളിലാണ്. പക്ഷെ ഒത്തിരി നീരുകള് എനിക്ക് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിക്കും ഉണ്ട്, എന്റെ മക്കൾക്കും ഉണ്ട്. അകത്താണ്. അതൊന്നും നമുക്ക് പുറമേ അറിയത്തില്ല, പക്ഷെ അകത്താണ് നീർക്കെട്ടും ഇതെല്ലാം. ഞരമ്പുകൾക്ക് ശരീരം മൊത്തമാണ് നീര്. അതെനിക്ക് ഇന്നലെ ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാലും ബ്രദറിന്റെ തീർച്ചയായിട്ടും കർത്താവ് അത് ആ വ്യത്യാസം വരുത്തിയ കർത്താവ് പൂർണ്ണമായും നമ്മുടെ അവകാശം പൂർണ്ണ സൗഖ്യമാണ്, ആശ്വാസമല്ല. ഇന്നലെ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഇന്നത് നീര് വറ്റാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നാളെ ഉറപ്പിച്ചോ, കർത്താവ് അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത്ഭുതമായി തന്നെ കർത്താവ് നടത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബ്രദറെ, അതുപോലെ എന്റെ ബർത്ത്ഡേയാണ്, പ്രാർത്ഥിക്കണം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ജന്മദിനത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. പ്രാർത്ഥിച്ചു ഇന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാനിന്ന് നമ്മുടെ സാക്ഷ്യങ്ങൾ ഇന്ന് ഇപ്പം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് തുറമാനമായിട്ട് കേൾക്കാം. ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെന്ന് കേട്ട വലിയ വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്തതും. രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, ദൈവിക ആലോചന ഇടപെടലായിക്കോട്ടെ, ഇതൊക്കെയും നമ്മൾ ഈ കേൾക്കുന്ന വചനത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. നാളെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കേൾക്കാം. ഞാൻ പറഞ്ഞാൽ നമുക്ക് വ്യത്യാസം വന്നിരിക്കും. ഇന്നലെ യാചിച്ച് ഭിക്ഷയച്ചിരുന്ന മനുഷ്യൻ ഇന്ന് കർത്താവിൽ ആരോഗ്യമുള്ളവനായി അധ്വാനിക്കുന്നവനാക്കി ദൈവം മാറ്റിയെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ജോലി മേഖലയിൽ വർധനവുണ്ടാകും. പറഞ്ഞല്ലോ, ഞാൻ ജോലിയിൽ വർദ്ധിക്കും. എൻ്റെ ജോലി മേഖലയിൽ അനുഗ്രഹമായി തീരും. ഒരു മനുഷ്യനും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ സ്വയം പ്രവചിക്കുക. അങ്ങനെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുക. അത് സംഭവിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ലൈവിൽ കാണുന്നവരൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, അവർ അതിരുകൾ വിസ്താരമാകട്ടെ. നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ലൈവിൽ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനകളിലെ സൂം പ്രയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ലിങ്ക് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും 9 മണിക്കാണ് ലിങ്ക് ആക്റ്റീവ് ആകത്തുള്ളൂ. കുറേ പേര് സംശയം അയച്ചു, ഞങ്ങളത് ക്ലിക്ക് ചെയ്തിട്ടും വർക്കാകുന്നില്ല, വെയിറ്റിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നു.
9 മണിക്കും അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ ഗ്രൂപ്പിൽ ആ മീറ്റിംഗ് ഓൺ ആകുന്ന സമയം, ആ സമയത്ത് മാത്രമേ പ്രാർത്ഥന ആക്റ്റീവ് ആകത്തുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പ് ഞാനത് ഓപ്പൺ ചെയ്തിരിക്കും, ചിലപ്പം 8:45 തന്നെ ചിലപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ കയറാൻ പറ്റും. പക്ഷേ എങ്കിലും ഒഫീഷ്യലായിട്ടുള്ളത് 9 മണിയാണ്. അതിന് മുമ്പ് ഓപ്പൺ ആക്കുക അത്. എങ്കിലും അങ്ങനെ ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ആ സമയം ആകാത്തതുകൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളെയും കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തിരിക്കുന്നല്ലോ. വലിയ പ്രവർത്തികളാൽ ദൈവം